സുഹൃത്തുക്കളെ, നമ്മുടെ കണ്ണൂരിൽ പാറയും അരുവിയും ഒക്കെയുള്ള ഒരുപാട് ഗുഹാക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈയിടെയാണ് ഇതൊക്കെ അറിഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഗുഹാക്ഷേത്രങ്ങളെ പരിചയപ്പെടാം. വർഷങ്ങൾക്ക് മുമ്പ് കുറേ യോഗീശ്വരന്മാർ കണ്ണൂരിൻ്റെ പല ഭാഗത്തും വന്ന് താമസമാക്കി. അതിലൊന്നാണ് ശ്രീ യോഗീശ്വര സന്നിധാനം അഴീക്കോടുള്ള ചക്കരപ്പാറ എന്ന സ്ഥലത്തുള്ള ഗുഹാക്ഷേത്രം. നമുക്ക് അവിടെ ഒന്ന് പോയാലോ? ശരിക്കും ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. അവിടെ തൊട്ടടുത്തായി നാഗസ്ഥാനമുണ്ട്. നിറയെ മരങ്ങളുടെ വേരുകൾ ഇങ്ങനെ വള്ളിയായി പാറയിൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന കണ്ടാൽ കുറേ സർപ്പങ്ങളാണോ എന്ന് തോന്നും. ഇന്ന് ഞാൻ 2 ഗുഹാക്ഷേത്രങ്ങളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ അവർ മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇത്തരം സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തത്. തൊട്ടടുത്ത് നാഗസ്ഥാനം, അതായത് ആരും ഈ നാഗങ്ങളെ പേടിച്ച് അങ്ങോട്ടൊന്നും വരാറില്ലല്ലോ. അപ്പോൾ വളരെ സേഫാണ് ഇത്തരം ഗുഹാക്ഷേത്രങ്ങൾ. അവരുടെ കാലശേഷം തൊട്ടടുത്തുള്ള ആളുകളൊക്കെ വിളക്ക് കത്തിക്കുകയും ഇവിടെ ഒരു ചൈതന്യമുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്തു. പണ്ട് കാട് പിടിച്ച സ്ഥലങ്ങളായിരിക്കുമല്ലോ ഇവിടെ മുഴുവൻ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ കണ്ണൂരിലുള്ള മുനീശ്വരൻ കോവിൽ. അവിടെയും പണ്ട് ഏതോ മുനീശ്വരൻ വന്ന് അങ്ങനെ ഉണ്ടായതാണത്രേ മുനീശ്വരൻ കോവിൽ. പിന്നെ അതിൻ്റെ തൊട്ടു പുറകിലായി 2 യോഗീശ്വരന്മാരുടെ സമാധി മണ്ഡപവും ഉണ്ട്. ഇപ്പോൾ അവിടെ ഉത്സവം നടക്കുകയാണ്. കണ്ണൂരിലെ തോട്ടടിയിൽ കിഴുന്ന എന്ന സ്ഥലത്തും ഇതുപോലെ മറ്റൊരു ഗുഹാക്ഷേത്രമുണ്ട്. അവിടെയും ആളുകളൊക്കെ ഒരു സമാധിയുടെയും സർപ്പത്തിൻ്റെയും ഒക്കെ കഥ പറഞ്ഞു തരുന്നുണ്ട്. ഇത്തരം ഗുഹാക്ഷേത്രങ്ങൾ പഴയ കാലത്തിൻ്റെ ഒരു ശേഷിപ്പും കൂടിയാണ്. ഇതൊക്കെ കാത്തു സൂക്ഷിക്കുന്നത് ഒരു നല്ല കാര്യം കൂടിയാണ്. നാട്ടുകാർ ഈ ക്ഷേത്രം ഏറ്റെടുത്തതിന് ശേഷം ഇവിടുത്തെ പൂജാതി കർമ്മങ്ങൾ ചെയ്യാനായി കണ്ണൂർ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഇവിടുത്തെ പ്രധാന പൂജയായ ഗുരുപൂജയൊക്കെ നടത്തുന്നത്. കുറച്ച് നാൾ മുമ്പ് ഈ ചക്കരപ്പാറയിലെ ഈ ഗുഹാക്ഷേത്രം വളരെ ഫേമസ് ആയിരുന്നു. പക്ഷേ നമ്മൾ ഇവിടെ വരുമ്പോൾ വഴിയിൽ ആളുകളോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ വിളക്കുകൾ കത്തിക്കാറുണ്ടോ എന്നൊന്നും അറിയില്ല. പണ്ട് ഇവിടെ സ്ഥിരം വിളക്കൊക്കെ കത്തിക്കാറുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. ഇനി നമുക്ക് ഇത് ശിവൻ്റെ ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ. അവിടെ ഉള്ളിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതായത് അതും ഒരു ഗുഹ തന്നെ. ചിലപ്പോൾ ഇവിടെയായിരിക്കും യോഗീശ്വരന്മാർ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാറുള്ളത്. അതിനുശേഷം ആളുകൾ ഇത് ഏറ്റെടുത്ത് വിളക്ക് കത്തിക്കുന്നു. രാവിലെയും വൈകുന്നേരവും ഇവിടെ വിളക്ക് കത്തിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടുത്തെ പ്രധാനിയായ ഒരു സിന്ധു എന്ന സ്ത്രീയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 10-15 വർഷമായി ഇതിനോട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ പണ്ട് പിന്നെ വല്ല സന്യാസിമാരും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിന്റെ സങ്കല്പം. അങ്ങനെയാണ് ഒരു യോഗീശ്വരൻ വന്നിട്ട് ഇതിന്റെ ഉള്ളിൽ തപസ് ചെയ്ത് അങ്ങനെ ഇതിന്റെ ഉള്ളിൽ തന്നെ ആയി എന്നുള്ളതാണ്. ഈ ശിവക്ഷേത്രം എല്ലാം ഉണ്ടാക്കിയതാരാ? ഇതെല്ലാം നിലവിൽ ഇങ്ങനെ തന്നെ ഉണ്ടായതാണ്. പണ്ടേ ഇത് ഗുഹ തന്നെയാണ്. അപ്പൊ നമ്മള് കുറച്ചിങ്ങനെ മൂടി പിടിച്ച് ഇതുപോലെ ഇങ്ങനെ ആക്കി. അപ്പൊ ഒരു 12-13 വർഷം മുന്നേ ഒരു പീഠത്തിന്റെ ഇതിലാക്കി. ഇപ്പൊ സ്വാമിജി ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ ആളായിട്ടില്ല. അതിന്റെ ഉള്ളില് ധ്യാനത്തിലിരിക്കുന്ന ഒരു സങ്കല്പമാണ്. സമാധിയായിട്ടുണ്ടാവും അല്ലേ? പിന്നെ ഇപ്പുറം നാഗത്തറ കാണുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ വരുന്നവർക്കുള്ള അനുഭവങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചവർക്ക് അതിനുള്ള ഫലങ്ങളും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്.
നാഗസങ്കല്പം പിന്നെ ഒരു നാഗത്തിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഉം. അങ്ങനെ അവിടെ ഇതാക്കിയിട്ട് ഉം. ഇത് പിന്നെ ശിവപാർവതി ചൈതന്യത്തോട് കൂടിയിട്ട് എത്രയോ വർഷങ്ങൾ മുന്നേ ഉള്ള ഒരു ഇതാണ്. ആയിരിക്കണം, അത്രയും കാണുന്നില്ല പാറ അല്ല, ഒരു ഭയങ്കര പാറ തന്നെയാണ്. ഇതുവരെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ടൊന്നുമില്ല. ഇല്ല ഒന്നുമില്ല. ഉം. പിന്നെ ഇതിൻ്റെ അടുത്തൊരു നൂഞ്ഞിങ്കര കുറുമ്പ ഭഗവതി ക്ഷേത്രമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ ദേവി അവിടെയും ദേവൻ ഇവിടെയാണ് സങ്കല്പം. അങ്ങനെ. പിന്നെ ഗുരു സമാധി അല്ലേ? ഇവിടുന്ന് അങ്ങോട്ടേക്കും അങ്ങനെ ഇങ്ങോട്ടേക്കും ആയിട്ടുള്ള വരവുണ്ട് അല്ലേ? പോക്ക് വരവുണ്ട് അല്ലേ? അവർ ഒരുമിച്ച് വന്നതാ. അങ്ങനെ എന്താ ഒരു കപ്പലേറി വന്നതെന്നാണ് അല്ലേ, അങ്ങനെയാണ് പറയപ്പെടുന്നത്. കപ്പലേറി വന്ന് ഇവിടെ ഒരു കാപ്പുണ്ട്, കിഴക്കേ കാപ്പ് എന്നിട്ട് അതിൽ കപ്പൽ ഇറങ്ങി ദേവി അങ്ങോട്ടേക്കും ഗുരു ഇങ്ങോട്ടേക്കും വന്നു. അങ്ങനെയുള്ളൊരു സങ്കല്പത്തിലാണ്. പിന്നെ നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ പിന്നെ ഉത്സവങ്ങളെല്ലാം നടത്തുന്നുണ്ടോ? ഉത്സവം ശിവരാത്രി, നവരാത്രി, മണ്ഡലകാല പൂജ, പിന്നെ ഇതിപ്പം പ്രതിഷ്ഠാ വാർഷികത്തിൻ്റെയാണ്. നമ്മളിപ്പം പിരിവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് അതാണ്. എല്ലാ ദിവസവും നട തുറന്നിട്ട് തന്നെ വിളക്ക് വെക്കുന്നുണ്ട്. ആരാ വിളക്ക് വെക്കുന്നത്? വിളക്ക് വെക്കുന്ന ഒരു ഷനോജ് എന്ന് പറഞ്ഞിട്ടുള്ളവരാണ്. അത് വൈകുന്നേരം 5 മണിക്ക് വന്ന് തുറന്ന് 7 മണി വരെ ഉണ്ട്. അപ്പോൾ ആളുകളെല്ലാം വരുമോ പ്രാർത്ഥിക്കാൻ? വരും, ആൾക്കാർ കുറേ ഉണ്ട്. വ്യാഴാഴ്ച എല്ലാ വ്യാഴാഴ്ചയും ഗുരുപൂജയുണ്ട്. അപ്പോൾ അത് തളാപ്പമ്പലത്തിലെ ശാന്തി വരും. അപ്പോൾ അങ്ങനെയുണ്ട് അല്ലേ? അതെല്ലാ വ്യാഴാഴ്ച അവർ വന്ന പൂജ ചെയ്യുക. ബാക്കിയുള്ള ദിവസം ഇവിടെയുള്ള ഒരാൾ ചെയ്യുന്നത്. ഇനി നമുക്ക് സാജൻ എന്നൊരാളുടെ ഒരുപാട് അനുഭവങ്ങൾ കേൾക്കാം. പറ. നമ്മളുടെ ഇതിൻ്റെ എല്ലാം പണിയെടുക്കുമ്പോൾ ഈ കെട്ടിൻ്റെ എല്ലാം പണിയെടുക്കുമ്പോൾ താഴത്ത് മണ്ണെടുത്തിട്ടുണ്ടായി. ആ മണ്ണെടുത്തിട്ട് ഇവിടെ കൊണ്ടിട്ടുന്ന സമയത്ത് പിന്നെ ഒരുപാട് നാഗങ്ങൾ വന്നിട്ടുണ്ട്. ആണോ? ഇവിടെ വന്ന് കുറേ ആളുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും ചുറ്റി ഒരു 5-10 ചുറ്റും വന്നിട്ടുണ്ടായിരുന്നു വന്ന്. അപ്പം പിന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ട് നമ്മളവിടെ നിർത്തി വെച്ചതാണ്. ജോത്സ്യനെ വിളിച്ച് ചോദിച്ചാലും പറഞ്ഞു ഇതിലെന്തോ അശുദ്ധിയുണ്ട് ആ മണ്ണിൽ. അതാണ് കാണിച്ചത്. ഗുരുവിൻ്റെ കാവൽക്കാരാണ് നാഗങ്ങൾ. എന്താ പേര്? എൻ്റെ പേര് സിന്ധു. കുറച്ച് ആൾക്കാരുണ്ട്. നമ്മളിങ്ങനെ പിരിവിന് പോകുമ്പോൾ പിന്നെ ഞാൻ മാത്രം പോകും ഇവരുടെ കൂടെ. നാഗങ്ങളെല്ലാം ഇപ്പൊ കാണുന്നുണ്ടോ ഇവിടെ? നാഗങ്ങളെ സാന്നിധ്യം ഉണ്ട് അല്ലേ? അത് ഇവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവരിവിടെ വരും, അത് കാണിക്കും നമ്മളോട്. അത് കണ്ടാൽ അറിയാം നമുക്ക് ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. പിന്നെ വൈകുന്നേരം വ്യാഴാഴ്ചയുള്ള പ്രസാദം അവിടെ വെച്ചു കഴിഞ്ഞാൽ അത് വന്ന് കഴിക്കും. അങ്ങനെയല്ല ഒന്നുമില്ല ഇവിടുത്തെ കാര്യങ്ങൾ. ഇനി നമുക്ക് മറ്റൊരു ഗുഹാക്ഷേത്രത്തിലേക്ക് പോവാം. ഈയിടെയായി നമ്മൾ അഘോരികളെ പറ്റി അറിഞ്ഞല്ലോ. അപ്പോൾ ഈ അഘോരികളുടെ പ്രധാന ദൈവം ശിവനാണല്ലോ. നമുക്ക് ഇവിടെയുള്ള ഈ അലവിൽ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു റെയിൽവേ കട്ടിങ് ഉണ്ട്. ഇവിടെയാണ് മറ്റൊരു ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അതെ വള്ളിക്കാടുകളും പാറയും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന ഒരു വൈബ്. തൊട്ടടുത്ത് ഇതേപോലെ റെയിലുണ്ട്. മുകളിൽ നിന്ന് ഒരുപാട് പടികൾ ഇറങ്ങി വേണം താഴെ എത്താൻ. കാണുന്നില്ലേ 2 റെയിൽ ഇങ്ങനെ പോകുന്നത്? അപ്പം ഇതിൻ്റെ തൊട്ട് അടുത്താണ് നമ്മുടെ ഗുഹാക്ഷേത്രം ഉള്ളത്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി അത് കാണാം. ഈ ഗുഹാക്ഷേത്രത്തിൽ രാവിലെയും വൈകുന്നേരവും ഈ പിന്നെ വിളക്ക് കത്തിക്കുന്നുണ്ട്. നേരത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞിരുന്നു ഈ റെയിൽവേ ചിറക്കൽ കട്ടിങ്ങിൻ്റെ അവിടെ ഒരു ഗുഹാക്ഷേത്രം ഉണ്ട്, ഒരു സമാധിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് വരാൻ പറ്റിയില്ല. ചിലപ്പോൾ ഇന്നായിരിക്കും അതിനുള്ള യോഗം. ഇവിടെയും അതെ ശിവൻ്റെ ഒരു ചെറിയൊരു ക്ഷേത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് നാഗത്തറ. ഇതിൻ്റെയൊക്കെ അടുത്ത് നാഗത്തറ കാണാം. ഇവിടെ അതെ മരത്തിൻ്റെയൊക്കെ വേരുകൾ താണ് ഇവിടെ കുറേ സർപ്പങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് പോലെ തോന്നും. പക്ഷേ ഈ ഗുരുസ്ഥാനം ഇവർ വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കിണറാണത്. അവിടെ പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ നാഗത്തറ. അപ്പോൾ സാധാരണയായി എല്ലാവരും പറയും നാഗത്തറയുടെ അടുത്തൊന്നും പോകരുത്. ഇവിടെ അടുത്ത് കണ്ടില്ലേ, നേരത്തെ നമ്മൾ കണ്ട ഗുഹാക്ഷേത്രത്തിൻ്റെ അതേപോലെ തന്നെ പാറകളൊക്കെ ഇങ്ങനെ വലിയ ഗർത്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
ഇതിൻ്റെ നടുവിലാണ്. ഇവിടെ അങ്ങനെ ഉത്സവങ്ങളൊക്കെ നടക്കുന്നുണ്ടോ അറിയില്ല, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഈയിടെയായി എല്ലാവരും ഉത്സവങ്ങളൊക്കെ നടത്തുന്നു. ഇപ്പോൾ ഉത്സവങ്ങളുടെ കാലമാണ് കണ്ണൂർ. ഇതാണ് റെയിൽവേ കട്ടിങ്. എന്ത് മനോഹരമാണില്ലേ. ഇതുപോലെ കണ്ണൂരിൽ വേറെയും ഗുഹാക്ഷേത്രങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ അറിയുകയാണെങ്കിൽ അത്തരം വീഡിയോയുമായി ഞാൻ ഉടനെ വരാം.